ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഗോപി സാർ പ്രതാപവർമ്മയുടെ ഋതികയെക്കുറിച്ച് വളരെ പുകഴ്ത്തിയാണ് പറയുന്നത്. ഋതിക മോൾ ആരാ? സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയല്ലേ? പോരാത്തതിന് പ്രതാപവർമ്മയുടെ ചോരയും. ഈ മകൾ പ്രതാപവർമ്മയുടെ അഭിമാനമാണ്, അതിലൊരു സംശയവും വേണ്ട. ഒരു ഭരണാധികാരിയെ ഞാൻ ആ കുട്ടിയിൽ കാണുന്നുണ്ട്. ഗോപി സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് പ്രതാപവർമ്മ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് അമ്പലത്തിലെ പൂജാരി വന്നിട്ട് ആ സൗണ്ട് ബോക്സിൻ്റെ വോളിയം അങ്ങോട്ട് കുറയ്ക്കുവാണ്. അംബികയെ ഋതികയെ ആ റൂമിൽ പൂട്ടിയിട്ടിരിക്കുവാണല്ലോ. അപ്പോഴംബിക അവിടെ കിടന്നുകൊണ്ട് ആരെങ്കിലും വാതിലൊന്ന് തുറക്കുവോ എന്നൊക്കെ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയുവാണ്. അത് കേട്ടുകൊണ്ട് അമ്പലത്തിലെ പൂജാരി പെട്ടെന്ന് ആ ഡോർ അങ്ങോട്ട് തുറക്കുവാണ്. അംബികയെ കണ്ടതും പൂജാരി ഇങ്ങനെ ഞെട്ടിയിട്ട്, അല്ല നിങ്ങളെന്താ ഇതിനകത്ത്? അതെ, ഒന്ന് ഭജനയിരിക്കാൻ കയറിയതാ തിരുമേനി. അതിനെ ഭജനയിരിക്കുന്ന ഇതിനകത്താണോ? അതെന്താ തിരുമേനി, ഇതിനകത്ത് ഭജന ഇരുന്നൂടെ? ഒന്ന് വിശദമായിട്ട് ഭജനയിരിക്കാമെന്ന് കരുതി. എന്താ നിങ്ങൾക്ക് തലയ്ക്ക് ലൂസാണോ? നിങ്ങളെ ആരോ ഇതിനകത്തിട്ട് പൂട്ടിയതാണല്ലോ. ആരാ നിങ്ങളെ ഇതിനകത്തിട്ട് പൂട്ടിയിട്ടത്? ആളെ കണ്ടില്ല തിരുമേനി. ഒരു പക്ഷേ മായയായിരിക്കും. ക്ഷേത്രമല്ലേ തിരുമേനി? ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ. തിരുമേനി അല്പം ഒന്ന് മാറിക്കാൻ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് അംബിക അവിടെ നിന്ന് അങ്ങോട്ട് പോരുവാണ്. അംബിക അങ്ങനെ പുറത്തോട്ട് ഓടി വന്നിട്ട് ദീപക്കനെ വിളിച്ച് ദേഷ്യത്തിൽ സംസാരിക്കുക. എന്താ അമ്മേ എന്നിങ്ങനെ ദീപക് ചോദിക്കുമ്പോൾ അംബിക, എടാ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചടാ? എൻ്റെ അമ്മേ, വിളിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? അമ്പലത്തിൽ റെക്കോർഡ് വെച്ചിരിക്കുമല്ലയോ? അമ്മ പറഞ്ഞ ഒരക്ഷരം പോലും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എടാ അവൾ എന്നെ പൂട്ടിയിട്ടടാ. എൻ്റെ അമ്മയെ പൂട്ടിയിട്ടെന്നോ? ആര്? എടാ ആ ഋതിക. ഋതികയോ? അമ്മ എവിടെ പൂട്ടിയിട്ടെന്നാ? അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതൊക്കെ ഞാൻ പറയാവടാ എന്നും പറഞ്ഞ് അംബിക ആ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ദീപക്കിനോട് പറയുക. അവളങ്ങനെ ആ റൂമിൽ എന്നെ പൂട്ടിയിട്ടിട്ട് ആ സൗണ്ട് ബോക്സിൻ്റെ വോളിയം അങ്ങ് കൂട്ടി വെച്ചടാ. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മ ഇപ്പം പുറത്തിറങ്ങിയോ? എടാ ആ ശാന്തിക്കാരൻ തിരുമേനി അതുവഴി വന്നു. അങ്ങനെയാടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തിനാ അമ്മേ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ അമ്മ പോകുന്നത്? എന്താടാ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണോടാ? എൻ്റെ അമ്മേ, നിങ്ങൾ എന്നോട് ആലോചിക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പോയങ്ങ് പുലിവാലി പിടിക്കും. എൻ്റെ അമ്മേ, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നോടുകൂടി ഒന്ന് ആലോചിക്കണ്ടേ? നീ ഒന്ന് പോടാ അവിടുന്ന് എന്നും പറഞ്ഞ് അംബിക ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ അവിടെ നിൽക്കുവാണ്. രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ രാധമ്മയും പ്രിയ ഇരുന്ന് പച്ചക്കറി അരിയുവാണ്. ഐഷുവാണെങ്കിൽ അവിടെ ഇരുന്ന് ക്യാരറ്റൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വേണുവേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു, അപ്പൂപ്പൻ്റെ ഐഷുക്കുട്ടി ക്യാരറ്റാണല്ലോ തീറ്റ. മുയൽ തിന്നുന്ന പോലാണല്ലോ എൻ്റെ ഐഷുക്കുട്ടി കഴിക്കുന്നത്. അപ്പോൾ രാധമ്മ ചോദിക്കുക, അതെന്താ വേണുവേട്ട, മുയൽ മാത്രമേ ക്യാരറ്റ് കഴിക്കത്തുള്ളൂ? അതെന്താണെന്നോ രാധമ്മേ, മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ക്യാരറ്റ്. അതുപോലെ എൻ്റെ പുന്നാരമോൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഏതാ? ഉടനെ ഐഷു പറയാം, അതെനിക്ക് പരിപ്പ് പായസം. അത് കൊള്ളാവല്ലോ മോളെ, അപ്പൂപ്പനും കുഞ്ഞുമോൾക്കും ഒരേ ഐറ്റമാണല്ലോ ഇഷ്ടം. വേണുവേട്ടൻ എന്നിട്ട് രാധമ്മയോട് പറയുക, എൻ്റെ രാധേ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പരിപ്പ് പായസം അല്പം ഒന്ന് ഉണ്ടാക്കി തന്നേക്കണേ. അപ്പോൾ രാധമ്മ പറയാം, ആര് പറഞ്ഞ് ഇവിടെ പരിപ്പ് പായസം വെക്കാറില്ലെന്ന്? അത് കേട്ടിട്ട് പ്രിയ പറയാം, അച്ഛാ ടുഡേ ഈ സ്പെഷ്യൽ പരിപ്പ് പായസം. ഋതുമോൾക്കും വലിയ ഇഷ്ടമാണ് പരിപ്പ് പായസം. ശിവപൂജയിൽ കരടി നുഴഞ്ഞതുപോലെ ദാണ്ട വരുന്ന കൊച്ചമ്മണി. കൊച്ചമ്മണി വന്നിട്ട് പറയാം, അയ്യോ ഇത് എന്തൊരു അത്ഭുതമാ, എനിക്കും വലിയ ഇഷ്ടമാണ് പരിപ്പ് പായസം. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് പ്രിയ പറയും, ഓ വന്നു കോടാലി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുന്തവും ഇല്ല എന്നുള്ള ഭാവത്തിൽ നമ്മുടെ കൊച്ചമ്മണി പറയാ, പരിപ്പ് പായസത്തിൽ കിടന്ന് കുളിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. വേണുവേട്ടൻ രാധമ്മയോട് പറയാം, എങ്കിൽ രാധമ്മേ ഒരു വലിയ വാർപ്പിനകത്തോട്ട് കുറച്ച് പരിപ്പ് പായസം വെച്ചിട്ട് ആ തിളയ്ക്കുന്ന പായസത്തിലോട്ട് ഇവരെ അങ്ങോട്ട് തള്ളിയിട്ടേക്കാം. അപ്പോഴങ്ങോട്ട് ജയൻ വന്നിട്ട് പറയാ, എന്നാലും എൻ്റെ അച്ഛ ഇവർക്കൊന്നും പറ്റൂല. എൻ്റെ അമ്മയുണ്ടല്ലോ, അവരാ പായസത്തിൽ കിടന്ന് മുങ്ങാങ്കുഴി ഇട്ട് മുങ്ങും. ഈ ഒരുമാതിരി നീർക്കോലി ഉണ്ടല്ലോ അതുപോലെ. ജയൻ അങ്ങനെ കൊച്ചമ്മണിയെക്കുറിച്ച് പറഞ്ഞു കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുക. കൊച്ചമ്മണി പറയുക, നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യവരാധമ്മേ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പരിപ്പ് പായസം. പിന്നെ വേണുവാസനൊന്ന് കേൾക്കണോ, ഈ ജയൻ്റെ അച്ഛൻ ഒടുവിൽ പായസക്കച്ചവടമായിരുന്നു പണി. അപ്പോഴേ അദ്ദേഹത്തെ എല്ലാവരും പായസപ്പിള്ളയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാലേ നിങ്ങളൊക്കെ ബാക്കി കഥയും കൂടെ കേക്ക്, അപ്പോഴേ ഇവിടെ തനി നിറം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ജയൻ പറയുക. അപ്പോൾ രാധമ്മയ്ക്കാണെങ്കിൽ ആ കഥ കേട്ടേ പറ്റൂ. അതെന്താ ജയൻ്റെ അമ്മേ, എങ്കിൽ അതെനിക്കൊന്ന് കേൾക്കണമല്ലോ. അയ്യോ രാധമ്മ, അത് വേറൊന്നുമല്ല, ഇവൻ്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റിരുന്ന് തനിച്ച് പായസം ഉണ്ടാക്കും. 1-2 തൂക്കുപാത്രങ്ങളും ഗ്ലാസ്സുകളുമായിട്ട് ആ വഴിയരികിലെ മാവിൻ്റെ ചോട്ടിൽ പോയിരുന്നോട്ട് അങ്ങോട്ട് വിൽക്കും.
അതായിരുന്നു പുള്ളിക്കാരൻ്റെ പതിവ്. വേണുവേട്ടൻ ആകാംക്ഷയോടെ ചോദിക്കുന്ന എന്നിട്ട് എന്തായി? അതെ, വീട്ടിലിട്ട് ബിസിനസ് ചെയ്യുന്നതിൽ ഞാൻ അതിൻ്റെ ലാഭവിഹിതം ചോദിച്ചു. എന്നിട്ട് അയാൾ എനിക്കത് തന്നില്ല. അപ്പോൾ വേണുവേട്ടൻ ചോദിക്കാം, അയാളെന്ന് പറഞ്ഞാൽ പ്രിയ ഉടനെ കയറി പറയാം, അതെ സ്വന്തം ഭർത്താവിനെ അച്ഛാ. അത്രയ്ക്ക് ദിവ്യമായിരുന്നു അച്ഛാ അവരുടെ ദാമ്പത്യം. രാധമ്മയ്ക്കാണെങ്കിൽ ബാക്കിയുടെ കേൾക്കാഞ്ഞു വയ്യ. എങ്കിൽ ബാക്കി പറയാമേ. കൊച്ചമ്മണി പറയുക, ലാഭവിഹിതം തരാത്തത് കൊണ്ടേ എനിക്കതങ്ങോട്ട് അത്രയ്ക്ക് പിടിച്ചില്ല. അന്നാണെങ്കിലേ അമ്പലത്തിലെ ഉത്സവമായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇയാൾ ഉണ്ടാക്കി വെച്ചിരുന്ന പായസത്തിൽ മുഴുക്കെ ഞാൻ അങ്ങോട്ട് സോപ്പ് പൊടി കലക്കി. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുവാണ്. കൊച്ചമ്മണി പറയാ, പായസം കുടിക്കുന്നവരുണ്ടല്ലോ, വയറും പൊത്തിപ്പിടിച്ച് കാടും പടലും തേടി ഓടുവാണ്. ഒടുവിലെ ആ പായസം പിള്ളയെ നാട്ടുകാരെല്ലാവരുടെ ചേർന്നിട്ടങ്ങ് അലക്കി. ജയൻ പറയാ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കിഴവി ഏത് വകുപ്പാണെന്ന്? ഇവരെൻ്റെ അച്ഛനോട് ചെയ്ത ദ്രോഹം ഓർക്കുമ്പോൾ ഇവരെ ഞാനിനി എന്താ ചെയ്യേണ്ടത്? കൊച്ചമ്മണി എന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, എന്നോട് കളിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗുണപാഠമായിക്കോട്ടെ. എടി രാധമ്മേ, ഇതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവർ നമ്മളെ എല്ലാവരെയും ഒതുക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ രാജുവും ഹൃതിയും കൂടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് കയറി വരുവാണ്. വേണുവേട്ടൻ പറയുന്നു, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാണല്ലോ രണ്ടുപേരുടെയും വരവ്. കുറേ അധികം ഡ്രസ്സുകൾ വാങ്ങിയിരിക്കുന്ന പാക്കറ്റൊക്കെ ഹൃതിയുടെ കയ്യിലുണ്ട്. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഹൃതിക കയ്യിൽ തന്നെ ഒരു പാക്കറ്റ് എടുത്ത്, ഇത് ഐഷുവിനുള്ള ഡ്രസ്സ് എന്നും പറഞ്ഞ് ഐഷുവിന് കൊടുക്കുവാണ്. രാജു വന്നിട്ടൊരു പാക്കറ്റ് ഐഷുവിന് കൊടുത്തിട്ട് പറയുന്നു, ഇത് മാമൻ്റെ ഐഷുവിന് സ്വീറ്റ്സ്. എന്നിട്ട് ആ തുണി പാക്കറ്റുകളെല്ലാം ഹൃതിക ടേബിളിൽ വെച്ചിട്ട് പറയുന്നു, ഇതെല്ലാവർക്കും ഉള്ളതാ, അങ്കിളിനും രാധമ്മയ്ക്കും പ്രിയേച്ചിക്കും ജയേട്ടനും ഒക്കെ ഉള്ളതാ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയെങ്കിലേ എന്നും പറഞ്ഞ് ഹൃതിക ആ തുണി ബാഗുകൾക്കുള്ളിൽ നിന്ന് പെട്ടെന്നൊരു ബാഗ് എടുത്തിട്ട്, ഇത് ഞങ്ങളുടെ വല്യമ്മയ്ക്ക എന്നും പറഞ്ഞ് കൊച്ചമ്മണി അമ്മയ്ക്ക് കൊടുക്കുവാണ്. വലിയ സന്തോഷത്തോടെ കൊച്ചമ്മണി അത് വാങ്ങിച്ച് നോക്കിയിട്ട്, അയ്യോ സാരി. ജയൻ കൊച്ചമ്മണിയെ നോക്കിയിട്ട് പറയാം, ആ സാരി ഉടുത്തിട്ടേ ഇവർക്ക് വേണ്ടിയിട്ട് ആവോളം പാരയെടുത്തോ കേട്ടോ. ഒരു ചമ്മലോടെ കൊച്ചമ്മണി അത് കേട്ടങ്ങനെ നിൽക്കുവാണ്. രാധമ്മ പറയുന്ന, അല്ല മക്കള് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. കുറേ നല്ല വിശേഷങ്ങൾ പറയാനുണ്ടമ്മേ, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞ് രാജു ഹൃതിയെ വിളിച്ചോണ്ട് അകത്തോട്ട് പോവുകയാണ്. ആ സാരി ഹൃതിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചോണ്ടും കൊച്ചമ്മണി ഹൃതിയേക്കുള്ള പാര പണിയാനായിട്ട് അമ്പിയെ വിളിക്കാൻ ശ്രമിക്കുവാണ്. അങ്ങനെ ആരും കാണാതെ കൊച്ചമ്മണി പുറത്തു വന്ന് അമ്പിയെ വിളിക്കുക. അമ്പിക ഫോൺ എടുത്തിട്ട് മുണ്ടയ്ക്കലമ്മേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ കൊച്ചമ്മണി പറയെ, ഇണപ്രാവുകളെ പറന്നിവിടെ വന്നിട്ടുണ്ട്. മുണ്ടയ്ക്കലമ്മയോട് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, അവർ രണ്ടുപേരും കൂടുതൽ അടുക്കാനോ സംസാരിക്കാനോ പാടില്ല. അവർ തമ്മിൽ ബദ്ധ ശത്രുക്കളായിട്ട് മാറിയാൽ നമുക്ക് അത്രയും നല്ലതാ. അത് ഞാൻ ഏറ്റമ്പികെ, ഇത് ഞാൻ കലക്കി കൈത്തരാം. എൻ്റെ ശിങ്കടിമുണ്ടൻ ദൈവത്തെ ഞാനൊന്ന് ധ്യാനിച്ചോട്ടെ. അതുകൊണ്ട് ഇനി അമ്പിക ഫോൺ അങ്ങ് വെച്ചേരെ. കൊച്ചമ്മണി അങ്ങനെ അവിടെ നിന്ന് തല പുകഞ്ഞ് ആലോചിക്കുക, ഈ രണ്ടിനെയും തമ്മിൽ അകറ്റാൻ എന്താ ഒരു വഴി? ജയൻ പറയുക, കേൾക്കട്ടളിയ, മൃദുമോളുടെ വീരസാഹസ്യ കഥ കേൾക്കാനല്ലേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നത്. പ്രിയ പറയുക, അതിന് ഇത് കഥയൊന്നും അല്ലല്ലോ, നടന്ന കാര്യമല്ലേ. അയ്യോ, ഒരു കഥയെന്ന് ഞാനൊരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയതല്ലേ എൻ്റെ പ്രിയ ഭാര്യയെ. ഇവിടുന്ന് എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം അത് അമ്പിയയ്ക്ക് ചോർത്തി കൊടുക്കാൻ. കൊച്ചമ്മണി അവിടെ വന്നിരിക്കുക. ജയനെ നോക്കി കൊച്ചമ്മണി പറയാം, എടാ ഭാര്യമാരെ വിറപ്പിച്ചു നിർത്തണോടാ. നിങ്ങളതിന് ഭർത്താവിനെ പേടിച്ച് ജീവിച്ച ഭാര്യയായിരുന്നോ? വേണുവേട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ കൊച്ചമ്മണി പറയും, ഏയ് എൻ്റെ കാര്യമൊന്നും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അതെനിക്ക് മാത്രം ബാധകമല്ല. അമ്മാവ പറയമ്മാവ ഋതുവാൻ്റിയുടെ കാര്യം. എടി മോളെ രാധമ്മയും കൂടെ വരട്ടടി, എന്നിട്ട് കേട്ടാ പോരെ എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുന്നുണ്ട്. അവൾ കൂടി കേൾക്കണ്ടേ കഥകളൊക്കെ, അവൾ ഇപ്പോൾ വരും. ഞാൻ ദേ വന്നു എന്നും പറഞ്ഞ് രാധമ്മ അങ്ങോട്ട് വരുമ്പോൾ കൊച്ചമ്മണി പറയാം, വേണ്ട മുഖ്യ അതിഥി വന്നു. ഞാൻ എന്നാൽ എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം എടുക്കട്ടെ. എന്നാൽ അത് മാന്യമായ കാര്യം. കൊച്ചമ്മണിക്ക് പായസത്തോടുള്ള കൊതിയെ. പായസം മോന്തിക്കൊണ്ട് കഥ കേൾക്കാൻ രാധമ്മേ. പായസം എന്താ മോന്താൻ കള്ളാണോ? ഈ തള്ളയുടെ ഒരു കാര്യം. ഇതൊക്കെ കഴിഞ്ഞു മതി പായസം, ജയൻ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് ഇവർ ചത്തുപോകുന്നെങ്കിൽ അങ്ങ് ചത്തുപോയിക്കോട്ടെ. അയ്യോ എൻ്റെ മരുമോനെ, പായസം കുടിക്കാതെ ഇവരെങ്ങാനും ചത്തുപോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഇവർ പായസപ്പിശാചായിട്ട് ഇവിടൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. എടാ രാജു, നീ പറയടാ കാര്യങ്ങൾ. രാജു പറയാം, ആദ്യം നടന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ വിവരണം ഞാൻ പറയാം.
അങ്ങനെ പ്രതാപവർമ്മയുടെ ഓഫീസിൽ വന്ന അനന്തംപിള്ളയോട് പറഞ്ഞ കാര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം രാജു അങ്ങനെ വിവരിച്ച് പറയുവാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ ഋതിക അങ്ങോട്ട് വന്ന് അനന്തംപിള്ളയെ ശരിക്ക് ശകാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും വലിയ അത്ഭുതത്തോടെ അതിങ്ങനെ കേട്ട് വായും പൊളന്ന് നിൽക്കുവാണ്. അവസാനം അനന്തംപിള്ള ഋതികയോട് മാപ്പ് പറഞ്ഞു പോയതും എല്ലാ കാര്യങ്ങളും അവരെല്ലാം കേട്ടിങ്ങനെ അതിശയത്തിൽ തന്നെ നിൽക്കുവാണ്. എൻ്റെ അമ്മേ, ഋതുവിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ തന്നെ വണ്ടടിച്ചു പോയി. അയ്യോ, ഇതൊരു പുലിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. വേണുവേട്ടൻ ഉടനെ പറയുക, ആ അനന്തംപിള്ള എന്ന് പറയുന്നവനൊക്കെ ഒരുമാതിരി കീചകനാ. അവനോടൊക്കെ ഏറ്റുമുട്ടാനേ നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ടേ പറ്റൂ. ആദമ്മയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാകാതെ ചോദിക്കുക, എന്നാലും എൻ്റെ മോളെ, എൻ്റെ മോക്ക് എവിടുന്ന് കിട്ടി ഇത്രയൊക്കെ ധൈര്യം? എടി രാധമ്മേ, ഇതൊക്കെ പൈതൃകമല്ലേടി. വർമ്മ സാറിന്റെ മോള് മാത്രമല്ല. ആരുടെ കൊച്ചുമോളാ ഋതുമോള്? സാക്ഷാൽ മഹാദേവ വർമ്മ സാർ അല്ലയോ മോടെ മുത്തച്ഛൻ. ഋതിക സന്തോഷത്തോടെ പറയുക, എൻ്റെ അച്ഛനും എൻ്റെ ഭർത്താവും കൂടെ ഉള്ളപ്പോൾ ഞാൻ ആരെ പേടിക്കാനാ? അത് ഡബിൾ കറക്റ്റ്. കൊച്ചമ്മണി പെട്ടെന്ന് കയറി പറയുക. അത് കേട്ടിട്ട് ജയന് ദേഷ്യം വരുക. ഇവരാരും മദാമയോ? രാജു പറയുക, അങ്ങനെയൊന്നും അല്ല. ആരും ഇല്ലെങ്കിലും ഋതിക അയാളെ ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. കൊച്ചമ്മണി കുറച്ച് സോപ്പിടിയിലൊക്കെ തുടങ്ങി. അല്ലെങ്കിലും വിശാഖം നാളുകാരിയല്ലയോ ഋതിക മോള്. ഉണ്ണിയാർച്ചയുടെ നാളാ വിശാഖം. ജയന് വീണ്ടും ദേഷ്യം വരിക. ഓ പിന്നെ, ഉണ്ണിയാർച്ചയുടെ ജാതകം എഴുതിയത് ഇവരല്ലേ? ഒരു ജ്യോത്സ്യം വന്നേക്കുന്നു. എനിക്കും കുറച്ച് ജ്യോത്സ്യമൊക്കെ അറിയാവടാ. വേണുവേട്ടൻ പറയാ, ഒരു പിതാവിനോട് മകള് ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് മോള് ചെയ്തു. എന്തിന് പുത്രൻ? ഒരു പുത്രിയിൽ നിന്നായാലും മതിയല്ലോ. ഐഷുവിന് ഉടനെ ഒരു ഡൗട്ട്. രാധമ്മ പറയാ, ഐഷുവിന്റെ ഡൗട്ട് പറഞ്ഞു കൊടുക്കുമോളെ. എന്താ മോളെ നിന്റെ സംശയം? ചോദിക്ക് എന്നിങ്ങനെ പ്രിയ പറയുമ്പോൾ ഐഷു പറയുക, അമ്മാവനും ഋതുവാൻറ്റിക്കും കൂടി ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഋതികൻ രാജു ഇങ്ങനെ നാണത്തോടുകൂടി അവരെ നോക്കുമ്പോൾ വേണുവേട്ടൻ പറയാം, അതിന് സംശയം എന്താ, അത് പെൺകുട്ടി തന്നെ. ഉടനെ രാധമ്മ കയറി പറയാം, അല്ലല്ല, ഒരാൺകുട്ടിയുടെ അച്ചമ്മയാകാനാ എനിക്ക് ആഗ്രഹം. പ്രിയയും പെട്ടെന്ന് പറയുവാണ്, എനിക്ക് ആൺകുട്ടി മതി. ആൺകുട്ടിക്കാണ് ഭൂരിപക്ഷം. കേട്ടോ മക്കളെ, അപ്പം നല്ല ഒന്നാം തരം ഒരു ആൺകുട്ടി മതി. കൊച്ചമ്മണി പറയുക. അത് കേട്ട് ഋതിക നാണത്തോട് അകത്തോട്ട് പോകുമ്പോൾ പുറകെ രാജു അതുപോലെ പോവുകയാണ്. കൊച്ചമ്മണി വിടാൻ ഭാവമില്ല. കൊച്ചമ്മണി പറയാ, ഒരാൺകുട്ടി തന്നെയാണ് ഒരമ്മയുടെ പുണ്യം. എന്നിട്ട് ജയനെ നോക്കി പുച്ഛത്തോടെ, വേണ്ട, ഇതുപോലത്തെ കോവർ കഴുതകൾ ഉണ്ടാകാതിരുന്നാൽ മതി. അനന്തംപിള്ളയ്ക്ക് പ്രതാപൻ്റെ ഓഫീസിൽ കിട്ടിയ അവമാനവും കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അനന്തംപിള്ള അങ്ങനെ മദ്യം കുടിച്ചുകൊണ്ട് ഋതിക സംസാരിച്ചതെല്ലാം ആ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതെല്ലാം ഇരുന്ന് കാണുവാണ്. ഈ സമയത്ത് പ്രതാപന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ശേഖരനും യാമിനിയും സരസ്വതിയമ്മയും എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ യാമിനി പറയുക, ആ അനന്തംപിള്ളയെ മോള് പൊളിച്ചടിക്കെന്നാ പറഞ്ഞു കേട്ടത്. അയാൾ അല്ലെങ്കിൽ ഒരു ഗജ ഫ്രോഡാ എന്നിങ്ങനെ യാമിനിയോട് ശേഖരൻ പറയുക. അഴിമതിയുടെ ആശാന. അഴിമതിയും അക്രമമൊക്കെ കാണിക്കുന്നവരെ ചേട്ടൻ ഇഷ്ടമല്ലല്ലോ. അങ്ങനെ പണ്ട് ഇവനെ ഇവിടെ നിന്ന് ഓടിച്ച് വിട്ടതാ ചേട്ടൻ. അപ്പോൾ അംബികയും ദീപക്കും അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി പറയുക, ഏട്ടൻ്റെ മേക്കിട്ട് കയറാൻ വേണ്ടിയിട്ടാ അയാൾ ഓഫീസിലോട്ട് വന്നത്. ഋതുമോള് ശരിക്കും കൊടുത്തു. അംബിക മോനോട് പറയുന്നു, ഓ ഋതുപുരാണം ആണല്ലോ. ദീപക്ക് പറയാ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് കലി വരുവാമ്മേ. അത്രയും നേരം എല്ലാം കേട്ടോണ്ടിരുന്ന അപ്പു പറയാ, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ഒരു ഝാൻസി റാണി തന്നെയാ. നോക്കിക്കേടാ ദീപക്കെ, ആ കുരുമുളക് പെണ്ണിൻ്റെ ഒരു ഉത്സാഹം കണ്ടില്ലേടാ. അമ്മേ, ഇവളുടെ ഒരു പഴയ ചുറ്റിക്കളി കേസ് നമ്മുടെ കയ്യിലില്ലേ, അതെടുത്തിട്ടങ്ങ് പൊട്ടിച്ചാലോ? എടാ, കമ്പവും കഴിഞ്ഞ് കാറ്റും പോയി. ഇപ്പോൾ അതെടുത്തിട്ട് പൊട്ടിച്ചാലേ നമ്മൾ പൊട്ടും. അംബികയും മോനും അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ശേഖരൻ പതുക്കെ പറയാം, വേണ്ടേ, വിക്രമാദിത്യനും വേതാളവും വരുന്നുണ്ട്, നീ വാടാ നമുക്കങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അംബിക ദീപക്കനെ വിളിച്ച് അവരുടെ അടുത്തോട്ട് വരുമ്പോൾ പുറത്തുനിന്നും പ്രതാപൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അകത്തോട്ട് കയറി വരുവാണ്. അങ്ങനെ പ്രതാപനെ കണ്ടുകൊണ്ട് ശേഖരനും യാമിനിയും അപ്പു എഴുന്നേക്കുക. പ്രതാപൻ വളരെ സന്തോഷത്തോടെ, എടാ അവിടെ ഇരിക്കടാ, എല്ലാവരും അവിടെ ഇരിക്കും എന്നും പറഞ്ഞ് അപ്പുവിനോട് കുശലാന്വേഷണങ്ങൾ ചോദിക്കുന്നു. അപ്പുമോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കുന്നുണ്ട് വല്യച്ഛ. വല്യച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓ, അവൻ്റെ ഒരു വാത്സല്യം, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ സർവാംഗം തിളയ്ക്കുക അംബിക മനസ്സിൽ പറയുക. പ്രതാപൻ പെട്ടെന്ന് യാമിനിയോട്, മോൾ എവിടെ യാമിനി? യാമിനി ചിരിച്ചോണ്ട്, പ്രതാപേട്ട മോൾ അവിടെയല്ലേ, രാജുവിൻ്റെ വീട്ടിൽ? ആ ശരിയാ, അവൾ അവിടെയാണല്ലോ. അല്ല, ഇതെന്താ അവൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഇത് അവളുടെ വീടല്ലേ, അവളുടെ സ്വന്തം വീട്. അവളുടെ അച്ഛനും അമ്മായിയും ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ അല്ലേ നമ്മൾ. അവൾക്ക് ഇവിടെ വന്ന് നിന്നുകൂടെ? അത് ശരിയാ വല്യച്ഛൻ പറഞ്ഞത്. ചേച്ചി എപ്പോഴും ഇവിടെ വന്ന് നിന്നിരുന്നെങ്കിൽ എന്തു നല്ല സന്തോഷമായിരുന്നേനെ. അംബിക ഇതെല്ലാം കണ്ടും കേട്ടും ദേഷ്യത്തിൽ ഇങ്ങനെ തിളച്ചു നിൽക്കുക.
അംബിക ഉടനെ പറയാം, കല്യാണം കഴിച്ചു വിട്ട പെണ്ണല്ലേ, അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. ഉടനെ പ്രതാപൻ പറയുക, അങ്ങനെ നിയമമൊന്നും ഇല്ലല്ലോ ചേച്ചി, എല്ലാം ഓരോ ആചാരങ്ങളൊക്കെ അല്ലേ, ആചാരങ്ങൾ പലതും ലംഘിക്കപ്പെടാറില്ലേ. ശേഖരൻ പറയുക, വിവാഹശേഷം അവൾ കൂടുതൽ ദിവസവും രാജുവിൻ്റെ വീട്ടിലാണല്ലോ. എന്നാൽ ഒരു കാര്യം പറയാം, നാളെ മുതൽ മോളും രാജുവും കൂടി ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. പ്രതാപനുടനെ അത് വേണ്ട, നമ്മളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുകയൊന്നും വേണ്ട, അവൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ വന്നാൽ മതി. മകളുടെ സന്തോഷവും സമാധാനവും നമ്മളായിട്ട് നശിപ്പിക്കണ്ട. അല്ലെങ്കിൽ തന്നെ മകള് വലുതായി ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തച്ഛൻ അല്ലേ. പ്രതാപൻ സങ്കടത്തോടെ പറയുക, നമ്മുടെ മനസ്സൊക്കെ ആര് തിരിച്ചറിയാൻ, ഇതൊക്കെ അംബികയ്ക്ക് തീരെ പിടിക്കുന്നില്ല. പ്രതാപനാണെങ്കിൽ ഇപ്പോൾ ഋതികയെ പിരിഞ്ഞിരിക്കാനേ പറ്റില്ല, മകൾ എപ്പോഴും കൂടെ വേണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് പ്രതാപൻ സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപന് മനസ്സിലായി ഋതിക സ്വന്തം രക്തത്തിൽ പിറന്ന മകളാണെന്ന്. ഇനി പ്രതാപൻ അംബിക പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തെടുത്ത് അംബിക പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം പ്രതാപൻ കണ്ടുപിടിച്ച് അംബികയ്ക്ക് വേണ്ട ശിക്ഷ പ്രതാപൻ തന്നെ കൊടുക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.